തൃശൂർ അന്തിമഹാകാളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. ബി.ജെ.പി. പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് വി ഗിരീഷാണ് അറസ്റ്റിലായത്. പങ്ങാരപ്പള്ളി ദേശക്കാരൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു പേരിലാണ് ഗിരീഷ് വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഒങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്ത്, എന്താണ് ഇയാൾ പ്രകോപനപരമായ സന്ദേശം അയച്ചത്? സ്വാഭാവികമായും മതവിദ്വേഷം പരത്തുന്ന തരത്തിൽ ഉള്ള സന്ദേശമായിരുന്നോ? എന്തായിരുന്നു ഈ സന്ദേശം? സിജു, ചേലക്കര അന്തിമഹാളങ്കാവ് വേലയോടനുബന്ധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ പങ്ങാരപ്പള്ളി ദേശക്കാരെല്ലാം കൂടി ചേർന്ന ഒരു 300ഓളം ആളുകളുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് ഗിരീഷ് ഇത്തരത്തിൽ വേലയ്ക്കും വെടിക്കെട്ടിനുമെതിരെ വിവിധ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഇതിനകത്ത് അയാൾ വേറൊരു പേരിലായിരുന്നു ഇതിനകത്ത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത്. അജയ് എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് അവിടുത്തെ മണ്ഡലം ദേശ കമ്മിറ്റിയുടെ പ്രസിഡന്റും സുനിൽ എന്ന തദ്ദേശവാസിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ല് പരിശോധന നടത്തി. ഈ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലാക്കോട് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റായ വി ഗിരീഷിനെ കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, കഴമ്പില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുമാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇതിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ പ്രചരണം നടത്താറുണ്ട്. ഇത്തരത്തിൽ പ്രചരണം നടത്തിയ ആളുകളെ കണ്ടെത്താൻ കഴിയാറില്ല സാധാരണഗതിയിൽ. ഇത്തവണ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഗിരീഷ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത് കൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനകത്ത് അജയ് ഈ വേലയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇത്തരത്തിൽ അപരിചിതരുടെ നമ്പറുകളിൽ നിന്ന് ഇത്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ട്. സ്ഥിരം പരിപാടിയാണിതില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതുമായി വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ വലിയ കുപ്രചരണം നടത്തുന്നുണ്ട്. വേലയ്ക്കെതിരെ, ഈ വേലയും നടത്തിപ്പും വെടിക്കെട്ടിനുമെതിരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലൊരു സംഘം തന്നെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളാണ് ഈ പുലാക്കാട് ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഗിരീഷ് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേല നടത്തിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADM-നും പോലീസ് മേധാവിക്കുമെല്ലാം ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേല നടത്തിപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട്. ഇത്തവണ ഈ വ്യാജ പ്രചരണം നടത്തുന്ന ഇയാൾ ഇത്തവണ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതാണ് ഇയാൾക്ക് വിനയായി മാറിയത്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അയാൾ മറ്റൊരു പേരിലാണ് ഇടപെട്ടിരുന്നെങ്കിൽ പോലും ഈ നമ്പർ, ഇയാൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഈ ഗിരീഷിൻ്റെ പേരുള്ളത് തന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗിരീഷിനെ സൈബർ സെല്ലിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. സിജു, ശരി, ഏതായാലും ബി.ജെ.പിക്കാരുടെ വേല ഇത്തവണ വേണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റിനെ വ്യാജ സന്ദേശവും വിദ്വേഷ പരാമർശവും വാട്സപ്പിലൂടെ നടത്തിയ ബി.ജെ.പി. മണ്ഡലം നേതാവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. വിവരങ്ങളാണ് ശരത്ത് നൽകിയത്.